വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സിൽക്കിൻ്റെ പല പല ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കുർത്തീസ് കാണിക്കാനാണ്. കഴിഞ്ഞ തവണ നമ്മൾ സിൽക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറേ പേർക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഈ വാങ്ങിയവരും വാങ്ങാത്തവരൊക്കെ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കളർ കൊണ്ടുവരാമോ, ഈ കളർ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളേഴ്സൊക്കെ നമ്മുടെ ഇവിടെ ഓൺലൈനിലുള്ള നമ്മുടെ ടീം നോട്ട് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ എടുത്തിട്ടാണ് ഇത്തവണ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഒരേ ടൈപ്പ് പാറ്റേൺ ആണോ ഉള്ളത്, അതൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഒന്ന്, നമ്മുടെ മാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയിരിക്കുകയാണ്. പുള്ളി വരാൻ ഒരു 3-4 ഡേയ്സ് കൂടി എടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ളതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ വർക്കും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 3-4 ദിവസത്തിൽ പുള്ളി വരുമ്പോഴത്തേനും എന്നിട്ടാണ് നമുക്ക് പുതിയത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നതാണ് റീസൺ. രണ്ട്, ഇപ്പോൾ വീഡിയോയിൽ ഇടുന്ന ഐറ്റംസ് ഏറ്റവും അധികം നമുക്ക് എൻക്വയറി ഉള്ള ഐറ്റംസ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോഫി ബ്രൗൺ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു. അതുപോലെ തന്നെ സിൽക്ക് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പിന്നെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ആ പാറ്റേൺസ് തന്നെ നമുക്കതൊന്നും കൂടി ചെയ്തതിന് ശേഷം അടുത്ത പാറ്റേണിലേക്ക് പോകാം. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കുർത്തീസൊക്കെ അവൈലബിൾ ആക്കിക്കൂടെയെന്ന്. അപ്പോൾ സെറ്റ് വൈസ് കുർത്തീസും ചെയ്യുന്നുണ്ട്. ഒരു 4 ഡേയ്സിൽ തന്നെ 4 അല്ലെങ്കിൽ 5 ഡേയ്സ് ആ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് സെറ്റ് വൈസ് ചെയ്യാനായിട്ട് എന്തായാലും ട്രൈ അത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പാനൽ കട്ടിൽ ഇത്ര സിമ്പിൾ അല്ലാണ്ട് കുറച്ചും കൂടിയും നല്ല തിക്കായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ചെയ്യണം പാർട്ടി വെയർ ആയിട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു റേഞ്ചിലേക്കും കൂടെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി എത്തണം. അപ്പോൾ അതിനൊരു 5 ഡേയ്സ് സമയം എടുക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക, അതുവരെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. എല്ലാവരും ഒത്തിരി പേര് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്, ഒത്തിരി പേര്. പിന്നെ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ സജഷൻസ് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇനിയും മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നേരെ നമ്മുടെ ഇന്നത്തെ കളർ കോമ്പിനേഷൻസ്, ഇന്നത്തെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഈ ഒരു ബ്ലൂ ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ. നല്ല ഭംഗിയാണ്. മെയിൻലി റെയിൻബോ ബീഡ്സും മിറേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു രക്ഷയില്ല, അത്ര ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ്, അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ. അതിൻ്റെ യോക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ യോക്ക് വരുന്നത്. ഇപ്പോൾ കളർ കണ്ടോ, എന്ത് ഭംഗിയല്ലേ, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഫങ്ഷനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇടുമ്പോൾ നമുക്ക് ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിരിക്കും. നല്ല ഷെയ്ഡാണിത്. ഇതാണ് നമ്മുടെ കുർത്തി വരുന്നത്. 47 ആണ് ലെങ്ത് വരുന്നത് കുർത്തീൻ്റെ. വിത്ത് ലൈനിങ് ആണ് ടോപ്പ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷേ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്, ഇതുപോലെ. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പ്യുവർ അജ്രക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. യോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ചും അതോടൊപ്പം തന്നെ റെയിൻബോ കട്ട് ബീഡ്സും മിറേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ യോക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിലും ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടും പൈപ്പിംഗ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത്രയും പൈപ്പിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. 47 ലെങ്ത് ആണ് വരുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ കാണാൻ? നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരുപാട് കോമൺ അല്ലാത്ത ഇത് ഒരു പാറ്റേണും അതോടൊപ്പം തന്നെ ഈ ഒരു സിൽക്കിൽ ഇത്രയും ഭംഗിയുള്ള കുർത്തീസ് ഒന്നും ഈ ഒരു ബഡ്ജറ്റിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. അത്രയും ബെസ്റ്റാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇനി നമുക്ക് എല്ലാ കളർ കോമ്പിനേഷൻസും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആ കോമ്പിനേഷൻസ് എല്ലാം പറഞ്ഞത് നിങ്ങളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വേറെ ഇതിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ റെഡ് ചെയ്തപ്പോൾ ഭയങ്കര എൻക്വയറി ആയിരുന്നു. പക്ഷെ നമ്മൾ റെഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളറിലുള്ള യോക്കാണ്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഈ ഒരു കളർ കോമ്പിനേഷൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഈ ഒരു കളർ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പാച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ്. ഇതിൽ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ സ്വീക്കൻസും മിറേഴ്സും ആണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്.
ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. വർക്ക് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സൈസ് 40 ആണ്, കാണിക്കുന്ന സൈസ് 38. ഇതാണ് നമ്മുടെ യോക്ക് ഏരിയ വരുന്നത്. യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ ഡബിൾ ലെയറിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. നെക്കിൻ്റെ ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഡിസൈൻ വരും ഇതുപോലെ. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ്. നെക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുള്ളതല്ല, നിങ്ങൾ പറഞ്ഞിരുന്ന പോലെ തന്നെ അല്പം കൂടെ കയറ്റിയിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ആണ് നമ്മുടെ കുർത്തീൻ്റെ ലെങ്ത് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. അതോടൊപ്പം സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷേ സീത്രോ അല്ല, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ റെഡ് നമ്മൾ എടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. പക്ഷെ ബ്രൈറ്റ് ആയിട്ടുള്ള അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല, നല്ല ഭംഗിയുള്ള റെഡ് കളറാണ്. അതുപോലെ തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ടും ഈ ഒരു പാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ കുർത്തീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു കുർത്തി? നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ഇതെല്ലാം. വളരെ ബഡ്ജറ്റ് ബൈയിലാണ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് രാവിലെ 10:30 മുതൽ ചാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങും. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു 7:30-8 മണി വരെ നമ്മൾ ചാറ്റ് എടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 90% പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ചാറ്റിന് റിപ്ലൈ കിട്ടുന്നില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് സോൾഡ് ഔട്ട് എന്ന് പറയും. അതെല്ലാം നമ്മൾ ഇത്തവണ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.